27 ഒക്ടോബർ 2025 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും ഫോംസ് വിതരണം ചെയ്യുകയും ഫോമുകൾ തിരിച്ചു വാങ്ങി മൊബൈൽ ആപ്പിലൂടെ ഡിജിറ്റൈസേഷൻ ചെയ്യുന്ന നടപടികളും നടന്നു വരികയാണ്. മലപ്പുറം ജില്ലയിൽ 99.99% ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും 3 മണ്ഡലങ്ങൾ ഒഴികെയുള്ള മണ്ഡലങ്ങൾ 100% ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രക്രിയകൾ വോട്ടർ പട്ടികയിൽ പേരുള്ളതും എന്നാൽ അവിടെ സ്ഥിരതാമസമില്ലാത്തവർ, മരിച്ചുപോയവർ, പെർമനൻ്റ്ലി ഷിഫ്റ്റ് ചെയ്തവർ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി BLOമാർ രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ചിട്ടുള്ള ബൂത്ത് ലെവൽ ഏജന്റുമാരുമായി സംയുക്തമായി യോഗം ചേർന്ന് ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് അടക്കം മൊബൈൽ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് ആബ്സെൻറ്റീസ്, ഷിഫ്റ്റഡ്, ഡെത്ത് കാറ്റഗറിയിലുള്ളവരെ ഒഴിവാക്കുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള നടപടികൾ നടന്നു വരികയാണ്. 3682 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഓരോ പോളിംഗ് സ്റ്റേഷനിലും ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ വളരെ എഫക്റ്റീവായി സുതാര്യമായിട്ട് ഇലക്ഷൻ നടപടികൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ മാസം 23-ാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വോട്ടർ പട്ടികയുടെ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള ഓരോ കോപ്പി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിതരണം ചെയ്യുന്നതാണ്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതിനുള്ള ഒബ്ജക്ഷൻസ് റൈസ് ചെയ്യാനുള്ള കാലപരിധിയുണ്ട്. ഈ എന്യൂമറേഷൻ പീരീഡ് 18-ാം തീയതി വരെയാണ്. ഇപ്പോഴും ഫോംസ് തിരിച്ചു കൊടുക്കാത്ത കുറച്ച് പേരെങ്കിലുമുണ്ട്. BLOമാർ നിരന്തരം അവരുടെ വീടുകൾ സന്ദർശിച്ച് ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തവരുണ്ട്. അവരെത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ അങ്ങനെയുള്ളവരുടെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. 23-ാം തീയതി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി 1 മാസം സമയമുണ്ടാവും. 23 ഡിസംബർ മുതൽ ജനുവരി 22, 2026 വരെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാൻ സാധിക്കും.